സഹനം തിരുഹൃദയ പനിമലരായി ചൂടാൻ സ്നേഹം നിറതിരി പോൽ പകർന്നേകണമേ. ദൈവസ്നേഹത്തെ പ്രതി നിങ്ങൾ ചെയ്യുന്ന ഏതൊരു കൊച്ചു പ്രവൃത്തികളും ദൈവത്തെ പ്രസാദിപ്പിക്കാനും സ്വർഗം സ്വന്തമാക്കാനും നിങ്ങളെ സഹായിക്കും. കൊച്ചു സുഹൃതങ്ങളുടെ തമ്പുരാട്ടിയായ വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ വാക്കുകളാണിവ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഈശോ കാണിച്ചു തന്ന വിനയം എന്ന പുണ്യത്തെ പിന്തുടർന്ന് സ്വർഗം കുറുക്കു വഴികളിലൂടെ എളുപ്പത്തിൽ കൈക്കലാക്കിയ വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ തിരുനാളിനായി നാം ഓരോരുത്തരും ഓരോ ദിനവും ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ. രണ്ടാം ദിനമായ ഇന്ന് നമുക്ക് വിശുദ്ധ കൊച്ചു ത്രേസ്യയിൽ വിളങ്ങിയിരിക്കുന്ന വിനയം എന്ന പുണ്യത്തെക്കുറിച്ച് ഒന്ന് വിചിന്തനം ചെയ്താലോ. ഒരു സാധാരണക്കാരിയായ സന്യാസിനി, ആധുനിക ലോകം കണ്ട ഏറ്റവും വലിയ വിശുദ്ധ, അതെ, ഈശോയുടെ സ്വന്തം കൊച്ചു ത്രേസ്യ. ഉണ്ണി ഈശോയെ കുഞ്ഞുനാൾ മുതൽ കൂട്ടുപിടിച്ച് നടന്നവരാരും വിശുദ്ധരാകാതിരുന്നിട്ടില്ല. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഉണ്ണീശോയുടെ കൈകളിലെ കളിപ്പന്ത് എന്ന് സ്വയം വിശേഷിപ്പിച്ച ലിസ്യുവിലെ വിശുദ്ധ കൊച്ചു ത്രേസ്യ. ആധുനിക കാലത്തെ ഏറ്റവും വലിയ വിശുദ്ധി എന്ന ആഗോള മിഷൻ മധ്യസ്ഥ. നമ്മുടെ വിശുദ്ധി അതാണ് ദൈവഹിതം എന്ന ആപ്തവാക്യത്തിൽ ഉറച്ചു നിന്ന വിശുദ്ധ കൊച്ചു ത്രേസ്യ തൻ്റെ ആധ്യാത്മിക ശൈശവത്തിൻ്റെ മാർഗം അവൾ കണ്ടെത്തിക്കഴിഞ്ഞിരുന്നു. ഞാൻ എൻ്റെ സ്വർഗം ഭൂമിയിൽ നന്മ ചെയ്യുന്നതിനായി വിനിയോഗിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് സ്വർഗത്തെ ലക്ഷ്യമാക്കി അവിടെ എളുപ്പത്തിലെത്തിപ്പെടാൻ കുറുക്കു വഴികൾ കണ്ടെത്തിയ വിശുദ്ധ കൊച്ചു ത്രേസ്യയിൽ വിനയം എന്ന പുണ്യം വിളങ്ങി നിന്നിരുന്നു. ഭംഗിയുള്ള പുഷ്പങ്ങൾ സാധാരണമായി മുള്ളുകൾക്കിടയിലാണ് വളരുക, അല്ലേ? മുള്ളുകൾ എന്ന് വെച്ചാൽ സഹനത്തിൻ്റെ പ്രതീകങ്ങളുമാണ്. സൽപ്രവൃത്തികൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ സഹിക്കുക എന്നാണ് അർത്ഥം. തൻ്റെ സഹനങ്ങളിലൂടെ വിനയത്തിൻ്റെ മാതൃക വിശുദ്ധ കൊച്ചു ത്രേസ്യ ജീവിതത്തിലുടനീളം പ്രകടമാക്കിയിരുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത സാഹചര്യത്തിൽ സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ അവയിൽ നിന്ന് ഓടി ഒളിക്കാതെ അവ ധൈര്യപൂർവ്വം നേരിടാൻ നമുക്ക് പരിശ്രമിക്കാം. അതിനായി നമുക്ക് വിനയം എന്ന പുണ്യം കൈമുതലാക്കിയ വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ മാധ്യസ്ഥ സഹായം തേടാം. നല്ല തമ്പുരാനെ, ഇന്നേ ദിനം ഈ വിദ്യാലയത്തിലെ എല്ലാ വിദ്യാർത്ഥികളെയും സ്റ്റാഫ് അംഗങ്ങളെയും അവരുടെ കുടുംബാംഗങ്ങളെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. മാറുന്ന ഈ കാലഘട്ടത്തിൽ എല്ലാവരിലും വിനയം എന്ന പുണ്യത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി അവ ജീവിതത്തിലുടനീളം പാലിക്കപ്പെടുവാൻ അനുഗ്രഹിക്കണമേ. വിശുദ്ധ കൊച്ചു ത്രേസ്യയെപ്പോലെ ഈശോയുടെ കൈകളിലെ കളിപ്പന്തുകളായി നമുക്ക് പ്രയത്നിക്കാം. അതിനായി വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ മാധ്യസ്ഥ സഹായം നമുക്ക് തേടാം. ആധ്യാത്മിക ശിശുത്വവും സമ്പൂർണ്ണ ആത്മസമർപ്പണവും കൊണ്ട് ധന്യമാക്കപ്പെട്ട വിശുദ്ധയുടെ ജീവിതം നമുക്ക് പ്രചോദനമാകട്ടെ. വിശുദ്ധ കൊച്ചു ത്രേസ്യ നമ്മെയും നമ്മുടെ എല്ലാ ജീവിത വഴികളെയും പ്രകാശപൂരിതമാക്കട്ടെ എന്ന പ്രാർത്ഥനാശംസകളോടെ വിശുദ്ധ കൊച്ചു ത്രേസ്യയെ സ്വർഗത്തിൽ നിന്ന് റോസാ പുഷ്പങ്ങൾ വർഷിക്കണമേ. ആമീൻ. സഹനം തിരുഹൃദയ പനിമലരായി ചൂടാൻ ശിശുതുല്യമായ നൈർമല്യവും സ്നേഹവും കൊണ്ട് വിശുദ്ധ കൊച്ചു ത്രേസ്യയെ നിറച്ച പിതാവായ ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. സ്നേഹം, സഹനശീലം, സൗമ്യത എന്നീ ഗുണങ്ങളുടെ നിറകുടമായ വിശുദ്ധ ചെറുപുഷ്പമേ, അങ്ങയിൽ വിളങ്ങിയിരുന്ന ഈ പുണ്യങ്ങൾ കുഞ്ഞുങ്ങളായ ഞങ്ങളിൽ വളർന്നു വരുവാൻ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ.
സ്വർഗത്തിലെ തന്റെ സമയം സ്വർഗത്തിലെ തന്റെ സമയം ഭൂമിയിൽ നന്മ ചെയ്യുന്നതിനായി താൻ വിനിയോഗിക്കുമെന്ന വിശുദ്ധ ചെറുപുഷ്പത്തിന്റെ വചനങ്ങളെ അനുസ്മരിച്ച് നന്മ ചെയ്യുന്നവരായി ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിങ്ങൾ മാനസാന്തരപ്പെട്ട് ശിശുക്കളെ പോലെയാകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്ന യേശുവിന്റെ വചനം സ്വീകരിച്ചുകൊണ്ട് വിശുദ്ധ ചെറുപുഷ്പത്തിനെ പോലെ നിഷ്കളങ്കമായ മനസ്സോടെ വളർന്ന് ദൈവത്തിനും മാതാപിതാക്കൾക്കും അധ്യാപകർക്കും നാടിനും നാട്ടുകാർക്കും പ്രീതികരമായ ജീവിതം നയിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. സുഹൃത ജപം. വിശുദ്ധ ചെറുപുഷ്പമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രാജകുമാരി മഞ്ഞിൻ പ്രകാശതാര